ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. തദ്ദേശ നിർമ്മിത ആയുധങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഭീകരകേന്ദ്രങ്ങൾ കൃത്യതയോടെ തകർത്ത ഇന്ത്യൻ സൈനികരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഭീകരവാദം അവസാനിപ്പിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആയുർവേദവുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടനയുമായി ഇന്നലെ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. തേൻ ഉൽപാദനത്തിലും കയറ്റുമതിയിലും ഇന്ത്യ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയതായും ശ്രീ മോദി വ്യക്തമാക്കി. കേരളത്തിലെ നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ 2ഉം പഞ്ചാബ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 1 വീതവും നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ്. അടുത്ത മാസം 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന്. വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. അടുത്ത മാസം 2 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. നിലമ്പൂരിലേത് കേരളം കാത്തിരുന്ന ഉപതെരഞ്ഞെടുപ്പാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ UDF സുസജ്ജമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. നഷ്ടപ്പെട്ട ദശകത്തിന്റെ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശവും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, ഇടുക്കി, കോട്ടയം, തൃശൂർ, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും മാറ്റമില്ല. കോഴിക്കോട് കോടഞ്ചേരിയിൽ മീൻ പിടിക്കാൻ പോയ 2 കുട്ടികൾ വൈദ്യുതി ലൈൻ പൊട്ടിവീണ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. 13ഉം 11ഉം വയസ്സുള്ള സഹോദരങ്ങളായ നിധിൻ ബിജു, ഐവിൻ ബിജു എന്നിവരാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്നു. പഴശ്ശി ഡാമിന്റെ 10 ഷട്ടറുകൾ ഉയർത്തി. ഇതേ തുടർന്ന് വളപട്ടണം പുഴയിലെ ജലനിരപ്പ് വലിയ തോതിൽ വർദ്ധിച്ചു. ശ്രീകണ്ഠപുരത്ത് കനത്ത മഴയെ തുടർന്ന് 2 താൽക്കാലിക റോഡുകൾ ഒലിച്ചുപോയി. ചെമ്പൻതൊട്ടിയിലും കൊക്കായിലുമാണ് റോഡ് തകർന്നത്. ശ്രീകണ്ഠാപുരം നടുവിൽ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കാറ്റിലും മഴയിലും ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടം. തൊടുപുഴയ്ക്ക് സമീപം വിവിധയിടങ്ങളിൽ റബ്ബർ കൃഷി നശിച്ചു. മലങ്കര ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്കൊഴുകുകയാണ്. തൊടുപുഴ, മൂവാറ്റുപുഴ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട്. കൊല്ലം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് കളക്ടർ N ദേവിദാസ്. പ്രളയ, മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിലുള്ളവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും നിർദ്ദേശം നൽകി. സാമ്പ്രാണിക്കൊടി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ബോട്ട് സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. ചരക്കുകപ്പലായ MSC എൽസ 3 കേരള തീരത്ത് മുങ്ങിയ സംഭവത്തിൽ കേരള ചീഫ് സെക്രട്ടറി A ജയതിലകിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. എണ്ണപ്പാട കേരള തീരത്തേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം കൃത്യസമയത്ത് പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാൻ ചലച്ചിത്രമേളയിൽ ഇറാനിയൻ ചലച്ചിത്ര സംവിധായകൻ ജാഫർ പനാഹിക്ക് പുരസ്കാരം. പനാഹിയുടെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന ചിത്രത്തിന് പാം ഡിയോർ പുരസ്കാരം ലഭിച്ചു. ഇറാനിയൻ സർക്കാരിനെ വിമർശിച്ചതിന് നിരവധി തവണ അറസ്റ്റിലായ വ്യക്തിയാണ് പനാഹി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പൂജപ്പുര ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. UT ബ്ലോക്കിലെ ശുചിമുറിയിലാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇടുക്കി മൂന്നാറിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 20ഓളം പേരെ തെരുവുനായ ആക്രമിച്ചു. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 151 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. 158 പേർ അറസ്റ്റിലായി. 100ാം കിരീടമെന്ന നാഴികക്കല്ലിൽ ഇതിഹാസ ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച്. ജനീവ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട നേട്ടത്തോടെയാണ് സെർബിയയുടെ ഈ 38-കാരൻ ചരിത്രം കുറിച്ചത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 83 റൺസ് ജയം. 2ാം മത്സരത്തിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നാളെ സെൻട്രൽ അപ്രന്റീസ്ഷിപ്പ് കൌൺസിൽ യോഗം നടക്കും. കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി അധ്യക്ഷനാകും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.